ഹലോ. അപ്പോൾ നമുക്ക് 8th ചാപ്റ്ററിലേക്ക് പോവാം. 8th ചാപ്റ്ററിൻ്റെ പേരാണ് തീൻ ദോസ്ത്. ഇവിടെ കണ്ടില്ലേ, ഇക്കായി ദോ രംഗ് ഹി രംഗ്. അതായത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ചാപ്റ്റേഴ്സിനെയും പല പല ഇക്കായികളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ഇക്കായി, ഈ ഒരു സെറ്റ് ഓഫ് ഇനി കുറേ 2-3 ചാപ്റ്റേഴ്സ് ഈ രംഗ് ഹി രംഗ് കളേഴ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോന്നും എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നതെന്ന്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ പേരാണ് തീൻ ദോസ്ത്. തീൻ ദോസ്ത് എന്ന് പറഞ്ഞാൽ 3 ഫ്രണ്ട്സ്. ദോസ്ത് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ്. ബാത് പുരാനി ഹേ തബ് ബസ് തീൻ ഹി രംഗ് ദേ, ലാൽ പീല ഓർ നീല. അപ്പോൾ ഒരു പഴയ കഥയാണ്. തബ് ബസ് തീൻ ഹി രംഗ് ദേ. അപ്പോൾ വെറും 3 കളറുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രംഗ് എന്ന് പറഞ്ഞാൽ കളർ. ലാൽ പീല ഓർ നീല. ഏതൊക്കെയായിരുന്നു ആ നിറങ്ങൾ? ലാൽ റെഡ്, പീല യെല്ലോ ആൻഡ് നീല. അപ്പോൾ റെഡ്, യെല്ലോ ആൻഡ് ബ്ലൂ. लाल रहता था हर लजीज वस्तु में. അതായത് ലാൽ രഹത്ത ഹർ ലസീസ് വസ്തു മേ. ലസീസ് വസ്തു എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വസ്തുക്കളിൽ. ജേസെ टमाटर टमाटो, सेब चेरी और आलू बुखारे. टमाटर എന്ന് പറഞ്ഞാൽ ടൊമാറ്റോ, സേബ് എന്ന് പറഞ്ഞാൽ ആപ്പിൾ, ചെറി എന്ന് പറഞ്ഞാൽ ചെറി, और ആലു ബുഖാരെ എന്ന് പറഞ്ഞാൽ പ്ലംസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള വസ്തുക്കളിലായിരുന്നു റെഡ് കളർ ഉണ്ടായിരുന്നത്. पीले ने बनाया था सूरज को चमकदार. पीले ने येलो बनाया था मेड സൂരജ് എന്ന് പറഞ്ഞാൽ സൂര്യൻ ചമത്കാർ, നല്ല പ്രകാശമുള്ളതാക്കിയിരുന്നു. അപ്പോൾ മഞ്ഞ കളറായിരുന്നു സൂര്യൻ ഇത്രയും പ്രകാശമുള്ളതാക്കി മാറ്റാൻ കാരണം. ജോ മുസ്കുരാക്കർ ദേത്താ ഥാ റോഷ്നി ലഗാതാർ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് റോഷ്നി എന്ന് പറഞ്ഞാൽ വെളിച്ചം, പ്രകാശം. അപ്പോൾ ഈ യെല്ലോ കളർ കൊണ്ട് സൂര്യൻ നല്ല പ്രകാശം കൊടുക്കുമായിരുന്നു. ആസ്മാൻ ഭി നീലാ ഥാ ഓർ സമുദ്ര ഭി. ആകാശം നീലയായിരുന്നു. ഓർ അതായത് ആൻഡ് സമുദ്ര ഭി, കടലും നീലയായിരുന്നു. പേടും സെ ടപക്തി ബാരിഷ് ഭി നീലി ഹി തീ. മരങ്ങളിൽ നിന്നും ടപക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴുകി ഊർന്നു വരുന്ന ബാരിഷ് ഭി, മഴ പോലും നീലി ഹി തീ, നീലയായിരുന്നു. തീനും പക്കെ ദോസ്തേ. 3 പേരും തിക്കായിട്ടുള്ള ഫ്രണ്ട്സ് ആയിരുന്നു. അവർ ഉറപ്പായിട്ടും ഫ്രണ്ട്സ് തന്നെയായിരുന്നു. ഏക് ദിൻ ഉനോനെ കഹാ. ഒരു ദിവസം അവർ പറഞ്ഞു, ഹമേ ഓർ ദോസ്ത് ചായേ. നമ്മൾക്ക് ഓർ ദോസ്ത് ചായേ, കൂടുതൽ ഫ്രണ്ട്സ് വേണം. ചലോ നയേ ദോസ്ത് ബനായേ. നയേ ദോസ്ത് എന്ന് പറഞ്ഞാൽ പുതിയ ഫ്രണ്ട്സ്. അപ്പോൾ ചലോ വരൂ, നമുക്ക് പുതിയ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാം. और वे निकल पड़े दोस्तों की तलाश में. അപ്പോൾ പുതിയ ഫ്രണ്ട്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടി അവർ ഇറങ്ങി തിരിച്ചു. और देखो क्या हुआ. അപ്പം നോക്കൂ എന്താ സംഭവിച്ചത്. ലാൽ ഓർ പീല സാത്ത് ചലെ. ആരാണ് ഒരുമിച്ച് പോയത്? ലാൽ ഓർ പീല. तो एक नया दोस्त मिला. അവർ രണ്ടുപേരും കൂടി ഒരുമിച്ചപ്പോഴേക്കും ഒരു പുതിയ ഫ്രണ്ടിനെ കിട്ടി. നാരംഗി. लाल और पीला एक साथ गया और उनको मिला एक नया दोस्त. ആരാണത്? നാരംഗി. നാരംഗി എന്നാൽ ഓറഞ്ച്. അടുത്തത് പീലെ और नीले ने हाथ मिलाया. सी പീലെ और नीले ने हाथ मिलाया. രണ്ടുപേരും കൈ കൊടുത്തു. तो एक नया दोस्त मिला. അപ്പോൾ അവർക്കൊരു പുതിയ ദോസ്തിനെ കിട്ടി. ആരാണത്? ഹരാ. ഹരാ, ग्रीन. लाल और नीले के पास आते ही. ലാൽ और नीले के पास आते ही. കണ്ടോ, ലാൽ നീലേൻ്റെ അടുത്തേക്ക് എത്തിയേ ഉള്ളൂ. അപ്പോഴേക്കോ एक नया दोस्त मिला. ബേഗനി. ബേങ്കനി എന്ന് പറഞ്ഞാൽ പർപ്പിൾ കളറിനാണ് ബേങ്കനി എന്ന് പറയാം. और इस तरह उन्होंने दुनिया को बना दिया दोस्ताना और रंगीन. അപ്പോൾ അവർക്ക് ഇനിയും ഫ്രണ്ട്സിനെ ആയിരുന്നു വേണ്ടതല്ലേ. അപ്പോൾ ഇതുപോലെ അവർ ഈ
ദുനിയ എന്ന് പറഞ്ഞാൽ ലോകം. ലോകത്തിനെ ബനാദിയ ദോസ്താന, നല്ല ഫ്രണ്ട്ലി ആയിട്ടും കളർഫുള്ളായിട്ടും, രംഗീൻ എന്ന് പറഞ്ഞാൽ കളർഫുള്ളായിട്ടും. അപ്പോൾ അവർ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കളർഫുൾ ആയിട്ടുള്ള ലോകത്തിനെ സൃഷ്ടിച്ചു. ഓക്കെ, അപ്പം നമുക്ക് എക്സസൈസിലേക്ക് പോവാം. എല്ലാവരും ചാപ്റ്റർ വായിച്ചു നോക്കണം കേട്ടോ. ബാത്ചീത് കെ ലിയേ, എപ്പോഴും പറയുന്നത് പോലെ ടീച്ചർ പറയുന്ന സെൻറ്റൻസസ് എഴുതുക, നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. क्या रंगों की तरह आप भी अपने मित्रों के साथ मिलजुल कर रहते हैं? നിങ്ങൾ രംഗോ കി തര, കളറിനെ പോലെ, ആപ് ബി, നിങ്ങളും അപ്നെ മിത്രോം കെ സാത്ത്, നിങ്ങളുടെ സുഹൃത്തുക്കളുടെ കൂടെ ഹാപ്പി ആയിട്ട് ഇരിക്കാറുണ്ടോ? നിങ്ങൾക്ക് പറയാം, ഹാ മേ അപ്നെ മിത്രോം കെ സാത്ത് മിൽജുൽ കർ രഹതാ ഹൂം. ആപ് അപ്നെ റൂട്ടെ മിത്രോം കോ കൈസെ മനാത്താ ഹേ? നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, मैं उनसे बातचीत से उन्हें मनाने की कोशिश करता हूँ. क्या आसमान हमेशा नीला दिखाई देता है? ആകാശം എപ്പോഴും നീല കളർ ആവാറുണ്ടോ? क्या सूरज हमेशा पीला होता है? എപ്പോഴും സൂര്യൻ യെല്ലോ കളറിലാണോ ഉണ്ടാവാറ്? क्या पत्ते हमेशा हरे होते हैं? അപ്പോൾ ഈ പത്തേ എന്ന് പറഞ്ഞാൽ ഇലകൾ എപ്പോഴും ഹരേ ഹോത്തെ ഹേ, പച്ച കളറാണോ ഉണ്ടാവാറ്? അപ്നെ അനുഭവം കെ ആധാർ പർ ബത്തായേ. അപ്പം നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, നിങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടും ഉള്ളതനുസരിച്ച് ഇതിൻ്റെ ഉത്തരം എഴുതൂ. നഹി मौसम और समय के अनुसार, मौसम എന്ന് പറഞ്ഞാൽ ക്ലൈമറ്റ്, വെതർ, और समय, സമയത്തിനനുസരിച്ച്, അനുസാർ ആസ്മാൻ, സൂരജ് और പത്തേ കാ രംഗ് ബദൽത്താ रहता है. ഇതിൻ്റെയൊക്കെ കളറ് മാറി മാറി വരാറുണ്ട്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആകാശത്തിൻ്റെ കളറ് എങ്ങനെയൊക്കെയാണ് മാറാറ്, ഏതൊക്കെ കളറാണ് ഉണ്ടാവാറുള്ളത്, അതുപോലെ സൂര്യൻ്റെ കളറ് പല സമയത്തും എന്തൊക്കെയാണ് ഉണ്ടാവാറ്, അതേപോലെ ഇലകളുടെ നിറങ്ങളും വേറെ വേറെ സമയത്ത് എന്തൊക്കെ നിറങ്ങളാണ് നിങ്ങൾ കണ്ടിട്ടുള്ളതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, നെക്സ്റ്റ്, ആപ് നയേ മിത്ര കൈസെ ബനാത്തെ ഹേ? നിങ്ങൾ എങ്ങനെയാണ് പുതിയ ഫ്രണ്ട്സിനെ ഉണ്ടാക്കുക? മേ ഉൻസെ ബാത്ചീത് കർക്കെ ദോസ്തി കർത്താ ഹൂം. नीचे दिए गए प्रश्नों के उत्तर अपनी कॉपी में लिखिए. അപ്പോൾ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, ഇതിൻ്റെ ആൻസർ നിങ്ങളുടെ ബുക്കിൽ എഴുതണം. कहानी में आए रंगों के नाम लिखिए. കഹാനി മേ ആയ രംഗോം കെ നാം ലിഖിയേ. ഈ സ്റ്റോറിയിൽ ഉപയോഗിച്ചിരിക്കുന്ന കളറുകൾ, സ്റ്റോറിയിൽ വന്നിരുന്ന ഏതൊക്കെ കളറുകളായിരുന്നു ഉണ്ടായിരുന്നത്? ലാൽ, പീല, നീല, നാരംഗി, ഹര और ബേഗ്നി. അടുത്തത് വാക്യ പൂരാക്കരേ. അപ്പോൾ ഇവിടെ ഒരു വാക്യം തന്നിട്ടുണ്ട്, അത് ടെക്സ്റ്റ് ബുക്കിൽ നോക്കി നിങ്ങൾ അതിൻ്റെ ബാക്കി എഴുതണം. तीनों रंग पक्के दोस्त थे, फिर भी उन्होंने नए दोस्त बनाया क्योंकि वे और भी दोस्त बनाना चाहते थे. विद्यालय में नारंगी, हरी और बैंगन रंग की वस्तुओं को खोजिए, उनके नाम भी लिखिए. അതായത് നാരങ്ങി എന്ന് പറഞ്ഞാൽ ഓറഞ്ച്, ഹരി എന്ന് പറഞ്ഞാൽ ഗ്രീൻ, ഓർ ബാംഗിനി എന്ന് പറഞ്ഞാൽ പേർപ്പിൾ, ഈ കളറുകളിലുള്ള എന്തെങ്കിലും വസ്തുക്കൾ തപ്പി കണ്ടുപിടിക്കണം നിങ്ങളുടെ സ്കൂളിൽ നിന്ന്. എന്നിട്ട് ഉൻകെ നാം ബി ലിഖിയേ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഇതിൽ അവരുടെ പേരുകളും എഴുതാം. അപ്പോൾ നമുക്ക് നോക്കാം. നാരങ്ങി വസ്തുവെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ നിങ്ങൾ കണ്ടിരിക്കുന്ന എന്തൊക്കെയാണ് ഓറഞ്ച് കളറുള്ള സാധനങ്ങൾ, നിങ്ങൾ അതിൻ്റെ പേരുകൾ എഴുതിയാൽ മതി. നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം. ഗാജർ, ഗാജർ എന്ന് പറഞ്ഞാൽ ക്യാരറ്റ്. സന്തര, സന്തര എന്ന് പറഞ്ഞാൽ ഓറഞ്ച്. ഗേന്ദ്, ഗേന്ദ് എന്ന് പറഞ്ഞാൽ ബോള്. ഇനി ഹരി വസ്തുവിൻ്റെ ഗ്രീൻ കളറുള്ള വസ്തുക്കളുടെ പേര് നോക്കാം. പത്തി, പത്തി എന്ന് പറഞ്ഞാൽ ലീഫ് അല്ലേ, പത്തി അല്ലെങ്കിൽ പത്ത ഒക്കെ ലീഫാണ്. സബ്ജിയ, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്. നിങ്ങളുടെ സ്കൂളിൽ എവിടെയെങ്കിലും നിങ്ങളുടെ സ്കൂളിലുള്ള ഗാർഡനിലൊക്കെ ഉണ്ടാവില്ലേ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്. പിന്നെ ബോട്ടിൽ, ആരുടെയെങ്കിലും ബോട്ടിലിൻ്റെയൊക്കെ കളർ ഗ്രീൻ ആയിരിക്കില്ലേ. ഇനി ഇതൊന്നും അല്ലാതെ നിങ്ങൾ ആക്ച്വലി കണ്ട സാധനങ്ങളുടെ പേര് എഴുതണം കേട്ടോ. അടുത്തത് ബേങ്കനി വസ്തുവിൻ്റെ നാം, പർപ്പിൾ കളറുള്ള വസ്തുക്കളുടെ പേര് ഒന്ന് ഓർത്ത് നോക്കിയേ. ഒരു എക്സാമ്പിൾ ബേഗൻ, ബേഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിഞ്ചാൾ. പെൻസിൽ, ആരുടെയെങ്കിലൊക്കെ പെൻസിലിന് പേർപ്പിൾ കളർ ഉണ്ടാവില്ലേ. പിന്നെ കിതാബ് കാ കവർ, അപ്പോൾ പേർപ്പിൾ കളറുള്ള ബുക്കിൻ്റെ, കിതാബ് കാ കവർ എന്ന് പറഞ്ഞാൽ ബുക്കിൻ്റെ കവർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആയേ കുച്ച് ബനായേ. ഇതൊരു ആക്ടിവിറ്റിയാണ്. ഇവിടെ ഒരു കുട്ടി ഇരിക്കുന്നത് കണ്ടോ. അപ്പോൾ ഈ ആക്ടിവിറ്റി എന്താണെന്ന് പറഞ്ഞാൽ, മേജ് പർ അഖ്ബാർ
ബിജാ ദീജിയെ. അപ്പോൾ ഒരു മേശ എടുത്തിട്ട് അതിലൊരു ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും പേപ്പർ വിരിക്കുക. എന്നിട്ട് अलग अलग ग्लास और कप में 3 रंगों के पानी में घोलिए, ലാൽ, പീല और നീല. അപ്പോൾ 3 കപ്പ് എടുത്തിട്ട് 3ൻ്റെ അകത്തും 3 ഡിഫറെൻറ്റ് കളറുകൾ നിറച്ച് വെള്ളം എടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതൊക്കെ കളറാണ്? ലാൽ, പീല और നീല. ड्रॉपर की सहायता से रंग की बूंदों को अखबार पर छिड़किए. അതായത് ഇതിൻ്റെ അകത്ത് നിന്ന് ഓരോ ഡ്രോപ്പായിട്ട് വെള്ളം പല കപ്പിൽ നിന്നെടുത്തിട്ട് ഈ പേപ്പറിലേക്ക് ഡ്രോപ്പായിട്ട് ഇടുക. अलग अलग रंगों की बूंदों को एक दूसरे के ऊपर और आसपास छिड़किए तथा नए रंग बनाइए. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ വീട്ടിൽ വാട്ടർ കളർ ഉണ്ടെങ്കിൽ 3 കപ്പ് എടുത്തിട്ട് ഓരോന്നിലും ഈ 3 പറഞ്ഞിരിക്കുന്ന കളറുകൾ വീതം ജസ്റ്റ് കലക്കി വെക്കുക. എന്നിട്ടൊരു ഡ്രോപ്പറോ അല്ലെങ്കിൽ ഒരു ബ്രഷോ എടുത്തിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യുക? വെള്ളം എടുത്തിട്ട് ഓരോ ഡ്രോപ്പായിട്ട് ഒരു പേപ്പറിലേക്ക് ഇഴുക. എന്നിട്ട് ആ കളറിൻ്റെ മുകളിൽ വേറെ കളർ മിക്സ് ചെയ്തിട്ട് അടുത്ത ഡ്രോപ്പ് വേറെ കളർ ഒഴിച്ച് നോക്കുക. അപ്പോൾ എന്താണ്? ആ കളറ് വേറെ കളറായിട്ട് മാറുന്നുണ്ടോ? ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന പുതിയ കളർ എന്താണെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ആക്ടിവിറ്റി. ഓക്കെ, സബി രംഗോം കോ മിലാക്കർ ദേഖിയേ കോൺ സാ രംഗ് ബനാ. ഇനി വരുന്ന എല്ലാ കളറും കൂടി മിക്സ് ചെയ്ത് നോക്കൂ. അപ്പം നിങ്ങൾക്ക് ഏത് കളറാണ് കിട്ടുന്നതെന്ന് നോക്കിയിട്ട് എഴുതുക. ഓക്കെ, അടുത്തത് ശബ്ദോं का खेल. रंगों की नाम लिखिए. आ की मात्रा वाले रंग, बिना आ की मात्रा वाले रंग. അതായത് കളറുകളുടെ പേരിൽ ആ എന്നുള്ള മാത്രം ഉള്ളത് ഇവിടെ എഴുതാം, ആ എന്നുള്ള മാത്രം ഇല്ലാത്തത് ഇവിടെയും എഴുതാം. നമുക്ക് 2 എക്സാമ്പിൾ നോക്കാം. ആ എന്നുള്ള മാത്രമുള്ള കളേഴ്സിൻ്റെ പേര് ലാൽ. ലാലിൽ ആ എന്നുള്ള മാത്രം ഉണ്ട് അല്ലേ. ഇനി പീല എവിടെ വരണം എന്നില്ല, ഫസ്റ്റ് ആയാലും ലാസ്റ്റ് ആയാലും ഉള്ളിലായാലും ഒന്നും കുഴപ്പമില്ല. അപ്പോൾ പീല ഇവിടെ ആയുടെ മാത്രമേ ഉണ്ട്, ലാൽ ഇവിടെയും ആയുടെ മാത്രമേ ഉണ്ട്. നെക്സ്റ്റ് ബിനാ ആക്കി മാത്ര. ബേങ്കിനി ഇതിൽ ആ മാത്രമേ ഉണ്ടോ? ഇല്ല. സഫേദ് എന്ന് പറഞ്ഞാൽ വൈറ്റ് കളറാണ്, അവിടെയും ആ എന്ന ശബ്ദം വരുന്നില്ല. ചിത്രകാരി और लेखन. अपनी पसंद के रंग के बारे में सोचिए. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കളറിനെ പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. वो रंग आपको किन वस्तुओं की याद दिलाती है. ആ കളർ നിങ്ങൾ എന്തിൻ്റെയൊക്കെ സാധനങ്ങളാണ് ഓർമ്മപ്പെടുത്തുന്നത്? उनके चित्र बनाइए, कुछ वाक्य भी लिखिए. അപ്പം നിങ്ങൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഈ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഒരു ബ്ലൂ കളറാണ് ആലോചിക്കുന്നത് എന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ബ്ലൂ എന്ന് പറയുമ്പോൾ മനസ്സിൽ വരുന്ന എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് ഈ ബോക്സിൽ ചിത്രം വരയ്ക്കണം. ഒരു 3-4 വരിയോടെ എഴുതുകയും ചെയ്യാം. അപ്പം നിങ്ങൾ സ്വന്തമായിട്ട് എഴുതണം. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. नीला रंग मुझे आसमान की याद दिलाती है. नीला रंग ഫസ്റ്റ് ആസ്മാൻ എന്ന് പറഞ്ഞാൽ ആകാശം. नीला रंग मुझे समुद्र की याद दिलाता है. समुद्र का याद दिलाता है. नीला रंग मुझे पीले फूलों की याद दिलाता है. അപ്പോൾ ഇതേപോലത്തെ എക്സാമ്പിൾസ് എഴുതുക. ചിത്ര और बातचीत. ഇവിടെ നല്ല ഭംഗിയുള്ളൊരു ചിത്രം കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പോൾ ഈ ചിത്രം നോക്കി ഇതിൽ എന്തൊക്കെയാണ് കാണുന്നത്, നിങ്ങൾക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങളതിനെപ്പറ്റി സംസാരിക്കണം. ഇവിടെ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? കേല എന്ന് പറഞ്ഞ പഴം, ഗുലാബ് എന്ന് പറഞ്ഞാൽ റോസ് ഫ്ലവർ, മിട്ടി എന്ന് പറഞ്ഞാൽ മണ്ണ്, ഖോദന എന്ന് പറഞ്ഞാൽ കുഴിക്കുക, മാലി ഇയാളുടെ പേരായിരിക്കും, ആൻഡ് ഇല്ലി എന്ന് പറഞ്ഞാൽ അത് കണ്ടോ, ഇതാണ് ഇല്ലി. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്ത് വേണമെങ്കിലും സംസാരിക്കാം. ഫോർ എക്സാമ്പിൾ ഇതൊരു ജസ്റ്റ് സെൻറ്റൻസ്, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം. एक माली के बगीचे में एक गुलाब का पौधा था. एक दिन उसने देखा कि एक हरी इल्ली गुलाब पर बैठी है. माली ने केले का छिपकला मिट्टी में मिलाने के लिए जमीन खोदी. माली का बगीचा हमेशा सुंदर रहता था. അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാം. അതേപോലെ തന്നെ വേറെയും ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഇതിനെപ്പറ്റിയും നിങ്ങൾ സ്വന്തമായിട്ട് ചെറിയ ചെറിയ സെൻറ്റൻസുകൾ എഴുതുക കേട്ടോ. ഇവിടെ എന്തൊക്കെയാണ് കാണുന്നത്, അതിൻ്റെ കളർ എന്താണ്, അങ്ങനെയൊക്കെ എഴുതിയാൽ മതി. അപ്പോൾ ഈ ചാപ്റ്റർ ഇവിടെ കഴിയാണ്. അടുത്ത ചാപ്റ്ററുമായിട്ട് ഞാൻ പെട്ടെന്ന് വരാം. അതുവരേക്കും ബായ്.